നിങ്ങൾ ഇക്കിഗായി എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ കൊറോണ കാലത്ത് വായിച്ചൊരു പുസ്തകമാണ്. അത് വായിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങൾ സംഭവിച്ചു. എൻ്റെ ചിന്തകൾ മാറി, ഞാൻ ലോകത്തെ കാണുന്ന കാഴ്ചപ്പാട് മാറി, ലോകത്തിൻ്റെ വിശാലത മനസ്സിലായി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു പുസ്തകമാണ് ഇക്കിഗായി. ഇക്കിഗായി എന്ന് പറയുന്ന ഈ പുസ്തകം ഉണ്ടാവാൻ കാരണം ഒക്കിനാവ എന്ന് പറയുന്ന ജപ്പാനിലെ ഒരു സ്ഥലത്താണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ലോഞ്ചിവിറ്റിയുള്ള ആളുകൾ ജീവിക്കുന്നത്. അപ്പോൾ അവരെ ഈ ലോഞ്ചിവിറ്റിയും അവരെ ഈ 100 വയസ്സിന് ശേഷമുള്ള അവരെ ആക്റ്റീവ്നെസ്സിനൊക്കെ കാരണം എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ട് 2 ഗവേഷകർ നടത്തിയ റിസർച്ചിൻ്റെ ഭാഗമാണ് ഇക്കിഗായി എന്ന് പറയുന്ന ബുക്ക്. ഇക്കിഗായി എന്ന് പറയുന്നത് അവരുടെ ഒരു ജീവിത രീതിയാണ്, ഒക്കിനാവയിലെ ആളുകളുടെ ഒരു ജീവിത രീതിയാണ്. അപ്പോൾ ഇത് വായിച്ചതിൽ നിന്നും ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ബുക്കിൽ. പക്ഷെ അതിൽ നിന്നൊരു 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്. ആ 3 കാര്യങ്ങൾ ഇതാണ്. 1, ഡു വാട്ട് യു ലവ്. 2, ലവ് വാട്ട് യു ഡു. 3, എ റീസൺ ടു ഗെറ്റ് അപ്പ് എവറി ഡേ മോർണിംഗ്. ഓക്കെ, ഫൈൻഡ് എ റീസൺ ടു ഗെറ്റ് അപ്പ് എവറി ഡേ മോർണിംഗ്. ഇതാണ് 3ാമത്തത്. അപ്പോൾ ഇതിൽ ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഡു വാട്ട് യു ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങാം. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. പക്ഷെ എല്ലാവരെ കൊണ്ടും ചിലപ്പോൾ ഈ സംഭവം പോസിബിൾ ആയിക്കൊള്ളുന്നില്ല. കാരണം ഇപ്പോൾ ഒരു സ്പോർട്സ്മാനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സിനിമാക്കാരനെ സംബന്ധിച്ചിടത്തൊക്കെ ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും അവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ അവർക്കതിനെ ഇഷ്ടപ്പെടാം. പക്ഷേ അതേസമയം ഒരു സാധാരണക്കാരൻ ചിലപ്പോൾ മറ്റ് ജോലികൾ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാൾ ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴാണ് അടുത്ത 2ാമത്തെ സ്റ്റെപ്പ്, ലവ് വാട്ട് യു ഡു. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സ്നേഹിച്ച് തുടങ്ങുക. നമുക്ക് ഇങ്ങനെ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങാം. അപ്പോൾ നമ്മളെ ചിന്താഗതിയൊക്കെ മാറും. അതിനോട് നമ്മൾ ആത്മാർത്ഥത കൂടും. അതിനുവേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് ഉയരത്തിൽ ചിന്തിക്കും, വിശാലമായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. ഇത്തരം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളോടുള്ള നമ്മളെ സ്നേഹം, നമ്മളെ പാഷൻ, ഇതാണ് ഒരു മനുഷ്യൻ്റെ ചാലക ശക്തി എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ജീവിക്കാനുള്ള പ്രേരക ശക്തിയൊക്കെ ഈ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളോടുള്ള നമ്മളെ സ്നേഹമാണ്. അതില്ലാത്തതുമാണ് ആളുകൾ മനസ്സ് ഡെഡായി പോകുന്നത്. അവർക്ക് മനസ്സ് ഡെഡായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ ആരോഗ്യവും ശരീരവും ഒക്കെ നശിക്കും. നമ്മൾ വളരെ പെട്ടെന്ന് ജീവിതം മരണത്തിന് കീഴടങ്ങുന്ന ഒരവസ്ഥയിലേക്ക്. അപ്പോൾ അത് മാറ്റാനാണ് ഇക്കിഗായിലുള്ള ഈ 2